ഗതാഗത മന്ത്രിയുടെ മിന്നൽ പരിശോധനയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നത് വണ്ടി തടഞ്ഞ് കണ്ടുപിടിച്ച മന്ത്രി പരിശോധിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങൾ KSRTCക്ക് കീഴിൽ ഇനിയുമുണ്ട്. പരിമിതികളിൽ നട്ടം തിരിയുന്ന തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. ഇനി മന്ത്രി മിന്നൽ പരിശോധന നടത്തേണ്ട KSRTCയിലെ കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് കാണിച്ചു തരാം. സെൻട്രൽ ഡിപ്പോയിൽ ഇവിടെ KSRTC ബസ്സുകൾ പണിയുന്ന ഒരു റാമ്പുണ്ട്. അവിടേക്ക് ഏതായാലും നമ്മുടെ ക്യാമറ കണ്ടതോടുകൂടി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവിടെ എങ്ങനെയാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് എന്ന് ഒരു ദൃശ്യം കാണിച്ചു തരാം. ഇതാണ് സെൻട്രൽ ഡിപ്പോയിലെ വണ്ടികൾ പണിയുന്ന റാമ്പ്. മഴയായാൽ ചെളിവെള്ളം നിറയുന്ന ഒരു പ്രത്യേക തരം റാമ്പ്. ഈ വൃത്തിഹീനമായ സ്ഥലത്താണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. മിന്നൽ പരിശോധന കൊണ്ട് മാത്രം ഇത് നന്നാക്കാനാകില്ല. തൊഴിലാളികളുടെ ദുരിതം മനസ്സിലാക്കുന്ന മനസ്സും വേണം. ഈ തമ്പാനൂർ ഡിപ്പോയിലെ സ്റ്റേ റൂം അടക്കം, ജീവനക്കാർ വിശ്രമിക്കുന്ന സ്റ്റേ റൂം അടക്കം, ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കക്കൂസ്, കുളിമുറി എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളുടെ അത് എത്രത്തോളം അത് ഫലവത്തായാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് നേരിട്ട് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിട്ടെങ്കിലും പരിശോധിച്ച് അങ്ങ് അതിൻ്റെ വസ്തുത ഉറപ്പുവരുത്തണം. പുതിയതായി 160 വണ്ടി KSRTC വാങ്ങി. പക്ഷെ ആ വണ്ടി ഇടുന്നത് ഇതുപോലെ കുണ്ടും കുഴിയും അഴുക്കും ചെളിയും നിറഞ്ഞ ഗ്രൗണ്ടിലാണ്. പുതിയതായി വാങ്ങിയ വണ്ടികൾ ഈ ചെളിക്കുളം കടന്നാണ് പണികൾ നടത്തുന്നതിന് വേണ്ടി ഡിപ്പോയിലേക്ക് എത്തുന്നത്. മഴയായാൽ ഡിപ്പോ മുഴുവൻ ചെളിയാകും, വെയിലായാൽ പൊടിശല്യം. ബസ് നോക്കാത്തതിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും കുറ്റം പറയുന്ന മന്ത്രി ഈ ഡിപ്പോയുടെ ദുരിതത്തിന് കാരണം മന്ത്രിയും KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണെന്നും തിരിച്ചറിയണം. ബസിന്റെ മുമ്പിൽ കുപ്പിയിട്ടതാണല്ലോ പ്രശ്നം. എല്ലാ ബസ്സുകളിലും കുപ്പിയിടാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടോ, സംവിധാനമുണ്ടോ? വേസ്റ്റ് കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക്കും എല്ലാം ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് KSRTC. എന്നാൽ ഇപ്പോഴും പല ബസ്സുകളിലുമില്ല. ഒപ്പം പല ബസ്സുകളിലും കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ബാഗും മറ്റ് സാധനങ്ങളും ഒന്നും സുരക്ഷിതമായി വെക്കുന്നതിനുള്ള സംവിധാനമില്ല. പ്രത്യേകിച്ചും ഫാസ്റ്റ്, ഓർഡിനറി പോലെയുള്ള ബസ്സുകളിൽ ഇല്ല. പരിശോധനകളും പരിഷ്കാരങ്ങളുമൊക്കെ നല്ലതാണ്. പക്ഷേ അത് റീൽ ഉണ്ടാക്കാൻ വേണ്ടി ആകരുത്. റിയൽ ആകണം, നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി ആകണം. ശ്യാമിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.